സോ ഞാൻ ഇന്നത്തെ ടോപ്പിക്സ് ഏവിയേഷൻ ഇൻ്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, റെഡിയായിട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഏവിയേഷൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ബേസിക്കലി അത് മാത്രമേ ഉള്ള വീഡിയോയിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. എന്നോട് ചോദിച്ചതായാലും എൻ്റെ ഫ്രണ്ട്സ് കൊളീഗ്സിനോട് ചോദിച്ചതായാലും പിന്നെ ഞാൻ പണ്ട് പ്രിപ്പയർ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് അത് എങ്ങനെയൊക്കെ ടാക്കിൾ ചെയ്യണം എന്നുള്ള രീതിയായിട്ട് ഇന്നത്തെ വീഡിയോ. സോ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഐശ്വര്യ, ഞാൻ എയർ ഇന്ത്യയിൽ ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും വരും. ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പ്ലീസ് സപ്പോർട്ട് ചെയ്യുക എന്നെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആട്ടോ. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളോട് ആദ്യം അവർ ചോദിക്കുക, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയിട്ടിരിക്കുമ്പോൾ GD ആയിരിക്കും ആദ്യം. അപ്പോൾ GD റൗണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ, അതിൽ നമുക്ക് ഒരു ടോപ്പിക്കാണ് തരിക. അപ്പോൾ ആ ടോപ്പിക്ക് ഏത് മാറ്റർ ആയാലും ആവാം. എനിക്ക് പൊല്യൂഷൻ ആയിരുന്നു കിട്ടിയത്. പൊല്യൂഷൻ എങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ എഫക്റ്റ് ചെയ്യും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതൊക്കെയായിരുന്നു എനിക്ക് കിട്ടിയ ടോപ്പിക്ക്. പിന്നെ GD റൗണ്ടിൽ മെയിൻലി വരുന്നത് ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്, ഏതാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പൊളിറ്റിക്സ് വരും, കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് വരാറുണ്ട്. അതായത് ഡെമോക്രസി ആണോ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഡെമോക്രസി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് പൊളിറ്റിക്സ് ആണ് ഇഷ്ടം, ഡെമോക്രസി ആണോ അതോ പണ്ടത്തെ ഈ രാജഭരണം പോലത്തെയാണോ, എനിക്കോ അതിനെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറയാം അറിയുന്നത്. സോ അതിന് നമുക്ക് എന്തായാലും കറണ്ട് അഫയേഴ്സിനെ കുറിച്ചൊരു നോളജ് വേണം. നമ്മൾ നല്ലപോലെ വായിക്കണം, ന്യൂസ് കുത്തിയിരുന്ന് വായിച്ച് പഠിക്കണമെന്നില്ല. ഞാനും കറണ്ട് അഫയേഴ്സിൽ അത്ര വലിയ ഇതൊന്നുമല്ല. പക്ഷെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേട്ട അറിവ്, നമ്മളുടെ ആൾക്കാർ, നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ മുതിർന്ന ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് അത്രയും നോളജെങ്കിലും കിട്ടും. പിന്നെ നമുക്ക് GD റൗണ്ടിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മൾ ഫ്യൂച്ചർ ജനറേഷനിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫെസ്റ്റിവൽ ഏതാണ്, അല്ലെങ്കിൽ വേർ ഡു യു വോണ്ട് ടു ഗോ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ, എന്ത് ടോപ്പിക്സ് വേണമെങ്കിലും ചോദിക്കാം. ജസ്റ്റ് വേറെ ഒന്നുമല്ല, ഒരു 10-20 ആൾക്കാർ എന്നിട്ട് നമ്മൾക്ക് എന്ത് പറയാണ്ട്, നമ്മൾ എന്ത് പോയിന്റ്സ് പറയുന്നു, നമ്മുടെ വേ ഓഫ് ടോക്കിംഗ്, നമ്മുടെ വേ ഓഫ് ബോഡി ലാംഗ്വേജ്, നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആണ്, അതൊക്കെ അവർ നോക്കുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്താ സംസാരിക്കുക, നമ്മൾ ഫാക്ട്സ് ആണോ അതോ നമ്മൾ എന്തെങ്കിലും നമ്മൾ മേഡപ്പ് ചെയ്തിട്ട് പറയണം, അതൊന്നും അവർ നോക്കണില്ല. നമ്മൾ പറയുന്ന രീതി മെയിൻലി. അപ്പോൾ ജസ്റ്റ് ഒരു ടോപ്പിക്ക് അവർ തരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കുറച്ച് പോയിന്റ്സ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. ഇന്ന പോയിന്റ്സ് 2-3 പോയിന്റ്സ് കിട്ടിയാലും ധാരാളമായി, അത് മതി. അത് വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കി നമുക്ക് പറയാവുന്നതാണ്. GDയിൽ എന്ത് ടോപ്പിക്സ് വേണമെങ്കിലും വളരെ സിമ്പിൾ ടോപ്പിക്സ് ആയിരിക്കും തരിക. ഫോർ എക്സാമ്പിൾ, ലവ് മാരേജ് വേഴ്സസ് അറിയാം, നിങ്ങൾ ഏതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ റേറ്റ് ഇപ്പോൾ കൂടാൻ എന്താണ് കാരണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരിക. പിന്നെ നമുക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇൻ്റർവ്യൂ, നമ്മളോട് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉള്ളപ്പോൾ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് BMI ആയിരിക്കും. BMI റൗണ്ടിൽ നമ്മൾ പ്രത്യേകിച്ച് ചോദ്യമൊന്നും ചോദിക്കില്ല. നമുക്ക് തേർഡ് റൗണ്ട് നമ്മുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ റൗണ്ട് ആയിരിക്കും. സോ പേഴ്സണൽ ഇൻ്റർവ്യൂ റൗണ്ടിൽ അവർ ചോദിക്കാൻ പോകുന്നത് നമുക്കൊരു 1-on-1 സെഷൻ ആയിരിക്കും. അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, വൈ ഡു വോണ്ട് ടു ബിക്കം എ ക്യാബിൻ ക്രൂ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു ക്യാബിൻ ക്രൂ ആവാൻ ആഗ്രഹം. ബേസിക്കലി എല്ലാവരും ആദ്യം വിചാരിക്കുക സാലറി, എല്ലായിടത്തും നമുക്ക് പറക്കാം, എല്ലാ രാജ്യങ്ങളും ഫ്രീ ആയിട്ട് കാണാം, നല്ല നല്ല 5-star ഹോട്ടൽസിൽ താമസിക്കാം, ലക്ഷറി ലൈഫ് സ്റ്റൈൽ, അതാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ അത് പറയരുത്, അത് പറഞ്ഞാൽ ജോലി കിട്ടില്ല, അത് പറയരുത്. കുറച്ച് നമുക്ക് തിങ്ക് ചെയ്തിട്ട് പറയാം. അതായത് നമുക്ക് ഈ ക്യാബിൻ ക്രൂ ജോബ്, വൈ ഡു വോണ്ട് ടു ബിക്കം എ ക്യാബിൻ ക്രൂ, അവർ മെയിൻലി നമ്മുടെ എന്താ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്ന ആൻസർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പാഷനേറ്റ് ആണ്, നമ്മൾ എത്ര ഡെഡിക്കേറ്റഡ് ആണ് ആ ഒരു ജോബിനോട്. നമ്മൾക്ക് ആ ജോബിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അറിഞ്ഞിട്ടാണോ നമ്മൾ വരുന്നതെന്നാണ് അവർ മെയിൻലി അതിൽ നോക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്യുക. നമ്മുടെ ഏത് ജോബിനാണ് പോകുന്നത്, ആ ജോബിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് അറ്റ്ലീസ്റ്റ് വായിച്ചിട്ട് പോവുക. ആ എയർലൈൻസിനെ കുറിച്ചും ആ ജോബ് റോളിനെ കുറിച്ചും വായിച്ചിട്ട് പോവുക. പിന്നെ നമ്മൾ ആ ഒരു ആൻസറിൽ പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പാഷനേറ്റ് ആണ്, നമ്മൾ എത്ര കാലം നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ നിലയിൽ എത്തിയതും, പിന്നെ ആ ജോബിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും നമ്മളുടെ ക്യാരക്ടറായിട്ട്, നമ്മളുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്താ പറയുക, എനിക്ക് സ്ട്രെസ് നല്ലതായിട്ട് മാനേജ് ചെയ്യും. എത്ര പ്രഷർ വന്നാലും ഞാൻ സ്ട്രെസ് നന്നായിട്ട് മാനേജ് ചെയ്യും. ആൻഡ് ഐ ലൈക്ക് ടു മീറ്റ് പീപ്പിൾ, I like to explore like food, I like to explore culture. സോ നമുക്ക് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ക്യാബിൻ ക്രൂ ജോബിൻ്റെ ഒരു ആട്രിബ്യൂട്ട്സ് ആണ് ഇതൊക്കെ. സോ
ഒരു ആക്ച്വലി ഒരു ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ മൈൻഡിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് ക്യാബിൻ ക്രൂ ആവാൻ ആഗ്രഹം? അല്ലാണ്ട് സാലറിയും ബെനിഫിറ്റ്സ് ഒന്നും കൊണ്ടല്ല. എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. എനിക്ക് മറ്റുള്ള കൾച്ചറിൽ ഞാൻ ഓപ്പൺ ടു കൾച്ചേഴ്സാണ്. എനിക്ക് എല്ലാവരുമായിട്ടും എന്താ പറയുക, എനിക്ക് ടീമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ടീം പ്ലെയർ ആണ്. ആൻഡ് മോർ ഓവർ ഇതൊക്കെ എല്ലാ ഒരു ക്യാബിൻ ക്രൂവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും വെച്ചിട്ട് മാച്ച് ചെയ്ത് പറയാം. അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് മറന്നു പോകും. സോ ബേസിക്കലി ഈ ഒരു ജോബിനോടൊരു പാഷൻ വേണം കേട്ടോ. ഈ ഒരു ജോബിനോടൊരു ഡീപ്പായിട്ടുള്ളൊരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നമ്മുടെ വായിൽ തന്നെ വീഴും. നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി സ്റ്റക്ക് ആവാറുണ്ട്, ഇന്നത് പറയണം. പക്ഷേ ആക്ച്വലി നമ്മൾ ജെന്യുവനായിട്ട് നമ്മൾ പറഞ്ഞാൽ മതി നമുക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടം. നമുക്ക് ഇത്രയും പാഷനേറ്റ് ആയിട്ട് നമ്മൾ ഇത്രയും ആഗ്രഹിച്ചിരുന്ന് ഈ ഒരു ജോബിൻ്റെ വാല്യൂ, നമ്മുടെ ഒരു വിമൻ ഈ ജോബ് കൊണ്ട് നേടുന്ന കാര്യങ്ങൾ, ഒരു സൊസൈറ്റിയിൽ കിട്ടുന്ന ഒരു പ്ലേസ്, വാല്യൂ, അത് മാത്രമല്ല ഒരു വിമന് കിട്ടുന്ന ഒരു എംപവർമെൻറ്റ് എല്ലാം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ വിചാരിക്കാം നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ ഈ ജോബിന് കിട്ടുന്ന, നമ്മൾക്ക് എന്തൊക്കെ നേടാൻ പറ്റും, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഗ്രോത്തിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അത് നമ്മൾ ഇംഗ്ലീഷിലാണ് പറയേണ്ടത് എന്ന് മാത്രമുള്ളൊരു പ്രശ്നം. അത് നല്ലപോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ എന്താ പറയുക, കുറേ ആൾക്കാർക്ക് ഇംഗ്ലീഷിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ അവർക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവാണ്. അങ്ങനെയുള്ളവർ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വർക്ക് ചെയ്യും ഇംഗ്ലീഷിൽ. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ആദ്യം ഇംഗ്ലീഷൊന്നും അത്ര വലിയ ഫ്ലുവൻ്റ് ആയിരുന്നില്ല.